സിദ്ധാർത്ഥൻ്റെ മരണം നമ്മുടെ എല്ലാം മരണമല്ല, കൊലപാതകം എന്നേ പറയാൻ ഒക്കുള്ളൂ. അത് ആത്മഹത്യ എന്നുള്ള രീതിയിൽ വന്നുവെങ്കിലും അതങ്ങനെ വരാൻ ഒക്കുള്ളൂ. കാരണം എന്താ, അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതൊക്കെ സഖാക്കൾ, കുട്ടി സഖാക്കളായതുകൊണ്ട് അത് ആത്മഹത്യ ആവുള്ളൂ കേട്ടോ. ഏതായാലും അതുപോലെ ഒരു പിച്ചി ചീന്തപ്പെട്ട ഒരു കുട്ടി കേട്ടോ, സിദ്ധാർത്ഥൻ, മിടുക്കനായ ഒരു വിദ്യാർത്ഥി, പൂക്കോട് വെറ്ററിനറി കോളേജിൽ. അദ്ദേഹത്തിൻ്റെ മരണം നമ്മുടെയൊക്കെ കണ്ണ് നനയിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയും ഇടയും കണ്ണുനീര് ഇപ്പോഴും തുറന്നിട്ടില്ല. അവർക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടിയിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അവസാനം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിലൊരു നഷ്ടപരിഹാരം സർക്കാർ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. വെറും ചെറിയൊരു തുകയായ 7 ലക്ഷം രൂപയാണ് പറഞ്ഞേക്കുന്നത്. 1 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥം ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല ചെയ്തേക്കുന്നത്. ഒരു 7 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. സർക്കാർ അനങ്ങിയില്ല, കെട്ടിവെച്ചില്ല. അവസാനം ഈ പണം കെട്ടിവെക്കാത്തത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നടപടിയെടുത്തു. അവിടെ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മേലുദ്യോഗസ്ഥൻ അവിടെ ഹാജരാകണം എന്ന് ഒരു ഉത്തരവിട്ടു. ആ ഉത്തരവിട്ട് കഴിഞ്ഞ ഉടനെ അനങ്ങി. അതുവരെ സർക്കാർ അനങ്ങത്തില്ല. സർക്കാർ വലിയ വലിയ ആൾക്കാരല്ലേ ഉള്ളത്, അവരനങ്ങത്തില്ല. അവർ അത് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി ഹൈക്കോടതി കൊണ്ടുപോയി ഒരു റിട്ടൺ കൊടുത്തു. അതായത് ഇങ്ങനെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് ചെയ്തേക്കുന്നു, അത് തെറ്റാണ്, ഈ 7 ലക്ഷം രൂപ അങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാൻ ഉത്തരവ് ഇടാൻ പാടില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു റിട്ടൺ എഴുതി കൊടുത്തു. ശരിക്ക് കിട്ടി, ഹൈക്കോടതിയുടെ ഇന്ന് വാങ്ങി എടുത്തു. ഇത് കിട്ടി. ഇതുവരെ എവിടെ പോയി കിടന്ന് ഉറങ്ങായിരുന്നു? ഇത് 7 മാസം മുമ്പുള്ള ഓർഡറല്ലേ, ഇത് എവിടെ പോയിരുന്നു നിങ്ങൾ? ഇത്രയും താമസം എന്തുകൊണ്ട് ഈ കാലതാമസം ഇതിന് കൊടുക്കാനിടയായി എന്നുള്ള ചോദ്യം ചോദിച്ചു. അതിന് വലിയ മറുപടിയൊന്നുമില്ല കേട്ടോ, യാതൊരു മറുപടിയില്ല. അപ്പോൾ അത് ആ തുക ഇമ്മീഡിയറ്റ്ലി കെട്ടിവെക്കാൻ പറഞ്ഞു ഹൈക്കോടതിയിൽ. അപ്പോൾ ഇനി അത് കെട്ടിവെക്കാതിരിക്കാൻ നിവർത്തിയില്ല. അതായത് 10 ദിവസത്തിനകത്തും കണ്ട തുക കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. കെട്ടിവെച്ചേ പറ്റുള്ളൂ. ആ തുക കെട്ടിവെക്കണം. ഏതായാലും ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് ആ ഉത്തരവ് പാസ്സാക്കിയത്. അതൊരു നല്ല കാര്യം, ആ ഉത്തരവ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ നഷ്ടപരിഹാരം ഇത് മതിയോ ആ കുടുംബത്തിന്? ഒരു മകൻ, ആറ്റുനോറ്റിരുന്ന് ഉണ്ടായ ഒരു മകൻ, അത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി, ഒരുപാട് കഴിവുകളുള്ള ഉണ്ടായിരുന്ന ഒരു കുട്ടി ആണ് ഇതുപോലെ ദാരുണമായിട്ട്, അതിദാരുണമായിട്ട് പിച്ചി ചീന്തപ്പെട്ടത്. അത് മാത്രമല്ല, മരണമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. അത് ഒരാളെ അങ്ങ് അടിച്ചു കൊന്നാൽ അന്നേരം അങ്ങ് മരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതങ്ങനല്ല. പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരീരമാസകലം അടിയും ഇടിയും കൊടുത്ത് ചാവട്ടി തേക്കുക, അത് ഇടുകയാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യർ മാറുക എന്ന് പറയുന്നത് എങ്ങനെ ഇതുപോലെ മാറും? കുട്ടികളെന്ന് പറയുന്നവരാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്. അവന്മാരൊക്കെ ലൈഫ് പോയല്ലോ, ഭാവി പോയി മുഴുവൻ ഇരുട്ടിലായി. പക്ഷെ പഠിക്കുമോ? ഇല്ല. വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് നമ്മൾ ആ ഷഹബാസിൻ്റെ വധം നമ്മൾ കണ്ടതാണ് എന്ന് പറയുന്ന പോലെ എത്ര എണ്ണം. ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ടിട്ട് നന്നാവുന്നില്ലല്ലോ ഒരുത്തനും. ഇതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അണികളെയും ഈ കുട്ടി സഹാക്കൾ പോലുള്ള ആളുകളെ, അതായത് ഏതിൻ്റെ ആയാലും, ഇപ്പോൾ KSU അല്ലെ SFI തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലും ABVP, ഇവരൊക്കെ ആളുകളെ പഠിപ്പിക്കേണ്ടത് ഇതായിരിക്കണം. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഈ രീതിയിലുള്ള അക്രമങ്ങൾ പാടില്ല എന്ന് പഠിപ്പിക്കണം. പക്ഷേ അങ്ങനല്ലല്ലോ വേണ്ടത്. അക്രമങ്ങൾ നടത്തിയാലല്ലേ പാർട്ടി വലുതാവുള്ളൂ. അക്രമങ്ങൾ അവർ നടത്തണം, അവരെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. നഷ്ടം വരുന്ന ആർക്കാണ്? ഈ അക്രമത്തിനിരയാവുന്ന കൊല്ലപ്പെടുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും, അതേപോലെ തന്നെ ഈ അക്രമം നടത്തി അവസാനം അകത്താവുമല്ലോ ഭാവി നഷ്ടപ്പെടുന്ന അവന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ്. അത് ചിന്തിക്കാൻ ആരും തയ്യാറാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏതായാലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലുണ്ടായ ഈ ദുരന്തം, ഇതിനകത്ത് ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനമ്മമാർക്ക് ഈ നഷ്ടപരിഹാരം കൊടുത്താൽ പോരാ, നല്ല തുക നഷ്ടപരിഹാരം കൊടുക്കണം. അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണം. സ്വമേധയാ സർക്കാർ അതിന് മുമ്പോട്ട് വരുന്നതിന് പകരം ഈ 7 ലക്ഷം രൂപ പോലും കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള റിട്ടുമായിട്ട് പോയേക്കാണ്. ഇതാണോ സർക്കാരെ നിങ്ങൾ ചെയ്യേണ്ടത്? ഒന്ന് ചിന്തിക്കണം.